ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ കയ്യിലുള്ള ഗെയിം കളക്ഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലുള്ള ടോപ്പ് 25 ഗെയിംസ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ഈ 25 ഗെയിംസുകൾ ഞാൻ ഓരോന്നായിട്ട് ഞാൻ പറയും. അതിനുശേഷം ഇതിലേത് ഗെയിം നമുക്ക് ലൈവ് ചെയ്യണമെന്ന് നിങ്ങൾ പറയണം. സോ നമുക്ക് ഒട്ടും ലൈറ്റ് ആക്കണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓപ്പൺ വേൾഡ് ഗെയിമിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് എല്ലാവരും തന്നെ കേട്ടിട്ടുള്ള ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗെയിമാണ് GTA 5 എന്ന് പറയുന്നത്, ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ. സോ വളരെ പോപ്പുലർ ആയിട്ടുള്ള റോക്ക് സ്റ്റാർ ഗെയിംസ് റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമാണ് GTA 5 എന്ന് പറയുന്നത്. ഈ ഒരു ലിസ്റ്റിലെ രണ്ടാമത്തെ ഗെയിമാണ് വാച്ച് ഡോഗ്സ് എന്ന് പറയുന്നത്. വാച്ച് ഡോഗ്സ് ഒരു ഫ്രാഞ്ചൈസ് ആണ് ആക്ച്വലി. അതിൽ എൻ്റെ കയ്യിലുള്ളത് രണ്ട് ഗെയിംസ് ആണുള്ളത്. ഒന്ന് വാച്ച് ഡോഗ്സിൻ്റെ ലീജിയൺ എന്ന് പറയുന്ന ഒരു ഗെയിമും, അതേപോലെ തന്നെ വാച്ച് ഡോഗ്സ് 2 എന്ന് പറയുന്ന ഈ രണ്ട് ഗെയിംസാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ഒരു ലിസ്റ്റിലെ മൂന്നാമത്തെ ഗെയിമാണ് വെയർ വിൻഡ്സ് മീറ്റ് എന്ന് പറയുന്നത്. ഈ അടുത്തിറങ്ങിയിട്ടുള്ള ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പ്ലേ ചെയ്യാൻ പറ്റുന്ന, വിത്തൗട്ട് പേയ്മെൻറ്റ് നമുക്ക് കളിക്കാൻ പറ്റുന്നൊരു ഗെയിമായിരിക്കും വെയർ വിൻഡ്സ് മീറ്റ് എന്ന് പറയുന്നത്. ലിസ്റ്റിലെ വളരെ പോപ്പുലറായിട്ട് ഇപ്പോഴും പല ആൾക്കാരും മൊബൈലിലാണെങ്കിലും പി സിയിലാണെങ്കിലും കളിക്കുന്ന ഒരു ഗെയിമാണ് പബ്ജി ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. സ്റ്റോറി മോഡ് കാറ്റഗറിയിൽ ആദ്യത്തെ ഗെയിമാണ് അസാസിൻ ക്രീഡ് വാൽഹല എന്ന് പറയുന്ന ഗെയിം. സോ അസാസിൻ ക്രീഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ വാച്ച് ഡോഗ്സിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ അതും ഒരു ഫ്രാഞ്ചൈസ് തന്നെയാണ്. കാരണം അതിനകത്ത് കുറേ അസാസിൻ ക്രീഡിന് തന്നെ കുറേ അധികം വേരിയൻ്റ് അവൈലബിൾ ആണ്. അതിൽ എൻ്റെ കയ്യിലുള്ളത് വാൽഹല എന്ന് പറയുന്ന ഗെയിമാണ് എൻ്റെ കയ്യിലുള്ളത്. സ്റ്റോറി മോഡ് കാറ്റഗറിയിലുള്ള നെക്സ്റ്റ് ഗെയിമാണ് ഡെട്രോയിറ്റ് ബിക്കം ഹ്യൂമൻ എന്ന് പറയുന്നത്. ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2038 ഒരു ഡിസിഷൻ മേക്കിംഗ് ഗെയിം പോലെയാണ് ഈ ഒരു ഗെയിമിനെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഭയങ്കരമായിട്ടുള്ള റെവല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യും. ചിലപ്പോൾ മോശമായിട്ടായിരിക്കാം, ചിലപ്പോൾ ബെറ്റർ ആയിട്ടായിരിക്കാം. അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിംഗ് കാറ്റഗറിയിൽ വരുന്നതും കൂടെ ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഡെട്രോയിറ്റ് ബിക്കം ഹ്യൂമൻ എന്ന് പറയുന്ന ഗെയിം. തെക്ക് ഐലൻഡ് എന്ന് പറയുന്നത് നമ്മളത് ഓൾറെഡി ലൈവ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹൊറർ കാറ്റഗറിയിൽ പെടുന്ന ഒരു ഗെയിമാണ് തെക്ക് ഐലൻഡ് എന്ന് പറയുന്നത്. അൺചാർട്ടഡ് ഫ്രാഞ്ചൈസിൽ വരുന്ന ഗെയിംസുകൾ, അതിലും കുറേ വേരിയൻസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ എൻ്റെ കയ്യിലുള്ളത് രണ്ട് ഗെയിംസാണ്. ഒന്ന് അൺചാർട്ടഡ് 4 ദ തീവ്സ് എൻഡ് എന്ന് പറയുന്ന ഗെയിമും, രണ്ടാമത്തത് അൺചാർട്ടഡ് ദ ലോസ്റ്റ് ലെഗസി എന്ന് പറയുന്ന ഈ രണ്ട് ഗെയിംസ്. ഈ ലിസ്റ്റിലെ 10ാമത്തെ ഗെയിമാണ് ഹോഗ്വാർട്സ് ലെഗസി എന്ന് പറയുന്നത്. ഒരു ഹാരി പോട്ടർ തീമിൽ വരുന്ന വളരെ എൻഗേജിങ് ആയിട്ട് തന്നെ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഹോഗ്വാർട്സ് ലെഗസി എന്ന് പറയുന്നത്. ഈ ലിസ്റ്റിലെ 11ാമത്തെ ഗെയിമാണ് ഷാഡോ ഓഫ് ടോം റൈഡർ എന്ന് പറയുന്നത്. ഈ ഒരു ഗെയിമിൽ ഒരു ക്യാരക്ടർ ഉണ്ടാവും. ആ ക്യാരക്ടർ പല പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഈ ട്രഷർ ഹണ്ട് പോലുള്ള ആക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ചെയ്ത് കാടുകളും മലകളെല്ലാം താണ്ടി പോകുന്ന രീതിയിലുള്ള ഒരു ഗെയിം തന്നെയാണ് ടോം റൈഡർ ഫ്രാഞ്ചൈസിയിൽ വരുന്ന ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറിയാണ് പസിൽ സോൾവ് ഗെയിംസ്. സോ ഈ ഒരു ഗെയിമുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു ക്യാരക്ടറായിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാസ്ക് ആയിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ ലോജിക്കലി അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള ഒരു മൈൻഡ് ഗെയിം കൂടെ ആയിരിക്കും ഈ ഒരു പസിൽ സോൾവ് ഗെയിംസിൽ വരുന്നുണ്ടാവുക. ആ ഒരു ലിസ്റ്റിലെ ആദ്യത്തെ ഗെയിമാണ് ഇൻസൈഡ് എന്ന് പറയുന്ന ഗെയിം. അതായത് ഒരു കുട്ടി ആ കുട്ടീനെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് എസ്കേപ്പ് ആകുന്ന ഒരു സ്റ്റോറിയിൽ വരുന്ന ഒരു ഗെയിമാണ് ഇൻസൈഡ് എന്ന് പറയുന്നത്. അതേ കാറ്റഗറിയിൽ വരുന്ന നെക്സ്റ്റ് ഗെയിമാണ് ലിംബോ എന്ന് പറയുന്നത്. നമുക്ക് മൊബൈൽ ഫോണിൽ അവൈലബിൾ ആണ്. പക്ഷേ മൊബൈൽ ഫോണിൽ ചില ലെവലുകൾ മാത്രമേ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുള്ളൂ. ആ ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പേയ്മെൻറ്റ് ചോദിക്കും. ലിംബോല ക്യാരക്ടർ നമ്മളൊരു കുട്ടി തന്നെയാണ്. വളരെ മൊത്തത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗെയിം തന്നെയാണ്. ഇത് പ്രത്യേകിച്ച് വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അതിൻ്റെ അകത്ത് പോകുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ മുന്നിലുള്ള കുറേ തടസ്സങ്ങളുണ്ടാവും, കുറേ ട്രാപ്പുകളുണ്ടാവും. ഇത് നമ്മൾ സോൾവ് ചെയ്ത് എൻഡിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമേ ആ ഒരു ഗെയിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ലിസ്റ്റിലെ 14ാമത്തെ ഗെയിമാണ് മോണുമെന്റ് വാലി 2 എന്ന് പറയുന്ന ഗെയിം. ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അധികം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ സൗണ്ട് എഫക്ട്സിൽ നമ്മളെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ജസ്റ്റ് ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് വളരെ കാമായിട്ടിരുന്ന് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് മോണുമെന്റ് വാലി 2 എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജിയോമെട്രിക്കൽ പ്രോബ്ലംസ് ആണ്. അതായത് നമുക്ക് ഇല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യും. ആ ഇല്യൂഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്ത് പുറത്തിറങ്ങുന്ന ടൈപ്പ് ഗെയിമാണ് ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് മൾട്ടിപ്ലെയർ കാറ്റഗറിയാണ്. മൾട്ടിപ്ലെയർ വളരെ എൻഗേജിങ് ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന അടിപൊളി ഗെയിംസുകളായിരിക്കും മൾട്ടിപ്ലെയർ കാറ്റഗറിയിൽ ഉണ്ടാവുക. സോ അതിനകത്ത് ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് 2 എന്ന് പറയുന്നതാണ്. ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്
ഒരു കുട്ടിയുടെ പാരൻസ് അവർ ഡിവോഴ്സ് ആവുക അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്ന ഒരു സീൻ ഉണ്ടാവും. ദെൻ അതിനുശേഷം ഈ 2 ക്യാരക്ടർ 2 ഡോളുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ 2 ഡോളുകളെയും കൺട്രോൾ ചെയ്യുന്നത് മൾട്ടിപ്ലെയർ കളിക്കുന്ന 2 പ്ലെയേഴ്സ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. അതേ കാറ്റഗറി പോലെ വരുന്ന മറ്റൊരു ഗെയിമാണ് അൺട്രാവൽ 2 എന്ന് പറയുന്ന ഗെയിം. സോ ഇതിനകത്ത് 2 ഡോളുകളാണുള്ളത്, ഒരു റെഡ് കളറും ഒരു ബ്ലൂ കളറും. ഈ 2 ഡോൾസുകളും ഒരു നൂലിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഈ 2 ഡോളുകളെയും കൺട്രോൾ ചെയ്യുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ 2 പ്ലെയേഴ്സ് ആയിരിക്കും. ഈ 2 പ്ലെയേഴ്സ് എന്തായിരിക്കണം, ഈ 2 ഡോളുകളെ കൺട്രോൾ ചെയ്യണം, ഒരുമിച്ച് മൂവ് ചെയ്യണം, ഒരുമിച്ച് ഓരോ ടാസ്കുകൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഓരോരോ പ്രോബ്ലത്തെ നമുക്ക് സോൾവ് ചെയ്ത് മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഈ ലിസ്റ്റിലെ 17ാമത്തെ ഗെയിമാണ് എ വേ ഔട്ട് എന്ന് പറയുന്ന ഗെയിം. ഞാൻ കളിച്ചതിലും വെച്ച് എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് കളിക്കാൻ തോന്നിയ ഏക ഗെയിം എന്ന് പറയുന്നത് എ വേ ഔട്ടാണ്. ഞാൻ ഒരു 3-4 പ്രാവശ്യം അത് കളിച്ചിട്ടുണ്ടാവും. ഒരു 10 മണിക്കൂറിന് താഴെ നമുക്ക് കളിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മൾട്ടിപ്ലെയർ ഗെയിമാണ് എ വേ ഔട്ട് എന്ന് പറയുന്നത്. ഈ ലിസ്റ്റിലെ 18ാമത്തെ ഗെയിമാണ് മൂവിങ് ഔട്ട് എന്ന് പറയുന്നത്. ഈ മൂവിങ് ഔട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്ലെയർ ആയിട്ട് തന്നെയാണ് കളിക്കുന്നത്. സോ ഇതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സ് അവിടെ ആ ഒരു എൻവയോൺമെൻറ്റിലുള്ള ഐറ്റംസ് ലൈക്ക് സോഫാസ്, TV കാര്യങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് എടുത്ത് എറിയുന്ന രീതിയിലുള്ള ഗെയിംസുകളാണ്. കാരണം എന്തോ ഗോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഗെയിമിൽ കംപ്ലീറ്റ്ലി പോകുന്നുണ്ടാവുക. ഞാൻ അത് പ്ലേ ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ അൺറേറ്റഡ് കാറ്റഗറിയിൽ ഞാനൊരു 7 ഗെയിംസ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ഗെയിമാണ് ബിയോണ്ട് ടു സോൾസ്. അതിലെ സെക്കൻഡ് ഗെയിം എറ്റേണൈറ്റ്. ഈ കാറ്റഗറിയിലെ തേർഡ് ഗെയിമാണ് ഡ്രാഗൺ ഏജ് ഇൻക്വിസിഷൻ എന്ന് പറയുന്ന ഗെയിം. ദെൻ ഫോർത്ത് ഗെയിമാണ് ഓസി ഗ്രോവ്. ഈ ലിസ്റ്റിലെ ഫിഫ്ത്ത് ഗെയിമാണ് നോബഡി വാണ്ട്സ് ടു ഡൈ. ഈ കാറ്റഗറിയിലെ സിക്സ്ത് ഗെയിമാണ് ദ കാലിപ്റ്റോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഈ 25 ഗെയിംസാണ് എൻ്റെ കയ്യിൽ നിലവിലുള്ളത്. ഇനി മൊബൈൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ വേറെയും കുറേ ഉണ്ട്. സോ നമുക്ക് PC-യിൽ അവൈലബിൾ ആയിട്ടുള്ള എൻ്റെ കയ്യിലുള്ള ടോപ്പ് 25 ഗെയിംസാണ് ഇവിടെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റഗറിയിൽ ഏതാണോ നമ്മൾ ലൈവ് ചെയ്യേണ്ടത്, ഏതാണോ നമ്മൾ ഗെയിം പ്ലേ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ 25 ഗെയിംസിൻ്റെ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക്സും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. മറക്കണ്ട, ഏത് ഗെയിമാണോ നമ്മൾ പ്ലേ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കമൻറ്റിലായിട്ട് അറിയിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.